പണം വൈകിയാൽ മോദി, പണം കൃത്യമായി നൽകിയാൽ പിണറായി. അതെന്ത് രീതി? കേന്ദ്രത്തിന്റെ വീഴ്ച എന്ന് പറയുന്ന പതിവ് പല്ലവി ഇനി വിജയിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ. ആശാവർക്കർമാർക്കൊപ്പം സമരം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സമരം കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി ഉയർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപി കുട മാത്രമല്ല, മുത്തം കൊടുത്താലും തെറ്റില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആശാവർക്കർമാർക്ക് തന്നെയാവുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോവിഡ് കാലത്ത് ആദ്യം പ്രവർത്തിച്ചത് ആശാവർക്കർമാരാണ്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കേന്ദ്രം കൊടുക്കുന്നതല്ലാതെ എന്താണ് കേരളം ചിലവാക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്രം ബജറ്റിൽ 16% അധികമാണ് നീക്കിവച്ചിരിക്കുന്നത്. NHM ഫണ്ട് ഉപയോഗിച്ചല്ലാതെ എങ്ങനെയാണ് സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്? എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കണക്ക് കൊടുത്തില്ലെങ്കിൽ കാശ് വൈകും. സംസ്ഥാന സർക്കാർ നൽകേണ്ട കണക്ക് കൃത്യമായി കേന്ദ്രത്തിന് നൽകണം. പണം വൈകിയാൽ മോദി, പണം കൃത്യമായി നൽകിയാൽ പിണറായി. അതെന്ത് രീതിയാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. കേന്ദ്രത്തിന്റെ വീഴ്ച എന്ന് പറയുന്ന പതിവ് പല്ലവി ഇനി വിജയിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച CI2 നേതാവിനും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറുപടി നൽകി. സുരേഷ് ഗോപി കുട കൊടുത്താൽ മാത്രമല്ല, ആശാവർക്കർമാർക്ക് മുത്തം കൊടുത്താലും തെറ്റില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്നറിയില്ലെന്ന CI2 സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. അതേസമയം ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം 24-ാം ദിവസവും തുടരുകയാണ്. ഫെബ്രുവരി 10 മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടങ്ങിയത്. ഇതിനിടയിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു. ജനുവരി മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്തത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയായി. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ വ്യക്തമാക്കിയിരുന്നു.